നിങ്ങളൊന്ന് പറയും മനുഷ്യന്മാര്. പ്രധാനമന്ത്രിയുടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളിന് മുമ്പിരുന്ന ആരാ? 2 പീരീഡ്. പറയും ചോട്ടിൽ മറ്റേത് വെച്ചോണ്ട് അയാളെ പേരിവിടെ മിണ്ടി പോരുത്. ആരാള്? മൻമോഹൻ സിംഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കളയരുത്. വേറെ സാധനം. ഞാനിപ്പോ അയാളുടെ മൗലിദോദല്ല, ഞാൻ അയാളുടെ മദ്ഹ് പറയല്ല, ഒരു വസ്തുത ചിന്തിക്കാൻ പറയുകയാണ്. പ്രധാനമന്ത്രിയായി 2 പീരീഡ് 5 വർഷം, മൊത്തം 10 വർഷം ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെയറിലും ചേംബറിലും ഇരുന്ന ആള്, ഇസഡ് കാറ്റഗറി അല്ലെങ്കിൽ ഇസഡ്+ കാറ്റഗറിയുള്ള ലോകത്തിന്റെ ഏറ്റവും പരമോന്നതമായ ചെയറുള്ള ആള്. നിങ്ങൾ ആലോചിക്കണം, അയാൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ആ വിദ്യാഭ്യാസത്തെക്കാൾ മറികടക്കുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ ചേംബറാണ് അയാൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ തലമുടി കാണുന്ന തലയെക്കെട്ടില്ലാത്തൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളുടെ തലയെക്കെട്ടില്ലാത്തൊരു ചിത്രം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അയാള് താടി പിടിച്ചൊരു ചിത്രം കണ്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിയാണ്, ലോകത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ്. ഈ തലയെക്കെട്ട് എനിക്ക് മോശമാണല്ലോ. ഈ തലയെക്കെട്ട് എന്തിനുള്ളതാണ്? ഗുരുനാനാക്കിന്റെ സിഖ് മതം. പഞ്ചാബിൽ മാത്രം ന്യൂനപക്ഷമായ സിഖുകാർ പഞ്ചാബ്, അവിടെയുണ്ടൊരു ഗോൾഡൻ ടെമ്പിൾ, അവിടെയുണ്ടൊരു ജാലിയം വാലാബാഗ് നടന്ന സ്ഥലം, അവിടെയുണ്ട് വാഗാ ബോർഡർ, അങ്ങനെ പലതുണ്ട്. ഞാൻ അവിടെ ഒരിക്കൽ പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള പഞ്ചാബ്, ആ പഞ്ചാബിലുള്ള ആ സിഖ് മതക്കാർ അവരുടെ മതത്തോട് കാണിച്ച വല്ലാത്ത അഭിനിവേശം സഹോദരങ്ങളെ, അവർ പോരാടി. ഞങ്ങളുടെ തലയിൽ കെട്ടഴിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല, താടി പഠിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ഏതൊക്കെ ഉദ്യോഗ തലങ്ങളിലെത്തിയാലും ഞങ്ങൾക്ക് ഈ തലയെക്കെട്ട് വേണം. അവരങ്ങ് വാദിച്ചു. ആ വാദമങ്ങ് ഡൽഹിയുടെ ഓരോ മണിമന്ദിരങ്ങളിലും ചെന്നുമുട്ടി. അവര് പോരാട്ടം നടത്തി. നിയമങ്ങളിൽ ഒരു പുതിയ ലിഖിതം എഴുതി ചേർത്തു. സിഖ് മതക്കാരുടെ തലയെക്കെട്ട് അവര് ഏതൊക്കെ വലിയ സ്ഥാനത്ത് വന്നാലും വേണം. കാരണം അത്ര നിഷ്കർഷത്തോടെയാണ് അവരത് പറയുന്നത്. മുസ്ലിമേ, നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനോട് കർശന ഭാവത്തോടെ ഒരു സുന്നത്താണല്ലോ തലമറയ്ക്കണം എന്നുള്ളൊരു ബോധം. അതുപോലെ നിർബന്ധമായി പെൺകുട്ടികൾക്ക് തലമറയ്ക്കണം. ഏത് മാനേജ്മെന്റ് ആയിരുന്നാലും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എത്രയോ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒന്നിച്ചൊന്ന് ശബ്ദമുയർത്താൻ, അത്രയെങ്കിലും അറ്റ്ലിസ്റ്റ് അവരുടെ നരകത്തിൽ പോകാതിരിക്കാൻ, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, അള്ളാഹുവെ ചിന്തിക്കാൻ സമുദായത്തിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ ഉണർവ് നീ നൽകണേ അല്ലാ. ഈ പരിഷ്കാരങ്ങൾ ന്യൂ ജനറേഷൻ യൂറോപ്യൻ അതാ പടിഞ്ഞാറൻ വിരിച്ചു തരുന്ന പരവതാനി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അവിടുത്തെ അവസ്ഥ. ബ്രിട്ടീഷുകാരായ ആളുകളിൽ, വിദ്യാർത്ഥിനികളിൽ പഠനം നടത്തിയപ്പോൾ നമ്മൾ വലിയ പരിഷ്കാരങ്ങൾ പടിഞ്ഞാറ് നിന്നാണ് വരുന്നത്, അവിടെയാണ് പരിഷ്കാരങ്ങളുടെ പറുദീസ എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളോട് ഞാൻ പറയാണ്, 20 ബ്രിട്ടീഷ് വിദ്യാർത്ഥിനികളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ഒരു പെണ്ണ് ലൈംഗിക തൊഴിലാളിയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, 20 ബ്രിട്ടീഷ് വിദ്യാർത്ഥിനികളിൽ ഒരു പെണ്ണ് ശരീരം വിറ്റു ജീവിക്കുന്നവളാണ്. ലൈംഗിക അരാജകത്വത്തിന്റെ അപകടത്തിൽ പെട്ടുപോയവളാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ പരിഷ്കാരമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? പെങ്ങളെ ലെഗിൻസ് ധരിക്കുമ്പോൾ എല്ലാവരും നിന്നെ നോക്കാണ്. നീ വിചാരിക്കുന്ന നല്ല ഗ്ലാമറായിട്ടാണ്. അല്ല, നീ വസ്ത്രം എടുത്തിട്ടുണ്ടോ എന്ന് സംശയിച്ച് നോക്കുകയാണ്. നീ ചുരിദാർ മാത്രമേ, അതെ, അല്ലെങ്കിൽ ഒരു ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളോ, താഴോട്ടൊന്നും ഇല്ലേ എന്നാളുകൾ ലജ്ജയോടെ നോക്കുകയാണ്. നിന്റെ സൗന്ദര്യമല്ല, നിന്റെ നഗ്നതയാണ് ആളുകൾ നോക്കുന്നത്. പെണ്ണെ, ഒരു സ്കിൻ ഫിറ്റായ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു മോഡലാണെന്ന് പറയുന്ന ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെങ്ങന്മാർ, ഉമ്മമാർ, ഭാര്യമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് ആലോചിക്കണം.
ഫെമിനിസ്റ്റുമാർ ഉറഞ്ഞുതുള്ളുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില അപസ്വരങ്ങൾ ദിനപത്രത്തിൽ വരികയാണ്. സഹോദരങ്ങളെ, പർദ്ദയ്ക്കുള്ളിൽ ഈ സമുദായത്തിന്റെ പെൺകിടാങ്ങളെ അടച്ചിട്ടുപോൽ പറയാണ്. ഫെമിനിസം തലക്ക് പിടിച്ച പെണ്ണുങ്ങൾ അവർ പത്രസമ്മേളനം വിളിക്കുകയാണ്. ഒരു മോചനം വേണ്ടേ ഈ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾക്ക്? തുണി ഉരിഞ്ഞുള്ള മോചനം അവർക്ക് വേണ്ട, അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജീൻസ് ഇട്ട് നഗ്നത പ്രകടിപ്പിച്ചിട്ട് അവർക്കൊരു സ്വാതന്ത്ര്യം നീ വാങ്ങിക്കൊടുക്കണ്ട. അവരുടെ നഗ്നതകൾ മറ്റുള്ള അന്യ പുരുഷന്മാര് ആസ്വദിച്ചിട്ട് ഒരു സ്വാതന്ത്ര്യവും ഞങ്ങളുടെ പെങ്ങന്മാർക്ക് കിട്ടേണ്ട. ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട. അവർ ഭദ്രമായി ജീവിച്ചു കൊള്ളട്ടെ, അവർ സ്വതന്ത്രരായി അവർ വിഹരിച്ചു കൊള്ളട്ടെ. വാസ്തവത്തിൽ അവർ സ്വതന്ത്രരാകുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഈ നഗ്നത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ ഭദ്രമായി മുന്നോട്ട് പോകുമ്പോഴാണ് സ്വാതന്ത്ര്യമുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വല്ലാത്ത അപകടങ്ങളുടെ കാലമല്ലയോ? ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിഭാഗം ആളുകൾ സിനിമാ ലോകത്തോട് അഭിരമിച്ചു പോയ വല്ലാത്ത ആധുനിക സമൂഹത്തെയാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അവന്റെ മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പണാക്കി കഴിഞ്ഞാൽ അവന്റെ പ്രൊഫൈൽ പിക്ചർ തന്നെ ഏതോ സിനിമാ നടന്റെ ചിത്രമാണ്. അവന്റെ മൊബൈൽ ഫോണ് ഒന്ന് ഓപ്പണാക്കി ഫോൾഡറുകളിലേക്കൊന്ന് കടന്നുപോയാൽ ഏതൊക്കെയോ സിനിമകളുടെ ആക്ഷൻ ഹീറോ രംഗങ്ങളാണ്. ഞങ്ങളുടെ കയ്യിൽ നല്ല വാളുണ്ട് ഉസ്താദ് എന്നാ പറയും. അത് തട്ടിപ്പിനാ. നമ്മുടെ മൊബൈലിൽ നല്ല വാളുണ്ട്. മൊബൈലിൽ വാള് മാത്രമുള്ള ആളുകൾ എത്രയെന്ന് ചോദിച്ചാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് മറുപടി പറയാൻ കുറച്ച് ഡിലീറ്റ് ആക്കാനുണ്ട്. അതാണ് മൊബൈലിൽ വാള് മാത്രമുള്ള ആളുകളൊക്കെ എന്ന് കൈമുക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് ലേശം താമസമുണ്ട്. ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് ഒരു യാത്രയിടയിൽ വെച്ച് ട്രെയിനിൽ വെച്ചിട്ട് കുറെ ചെറുപ്പക്കാരിയ്ക്കുക. അയാൾ പറയാ, ബോറടിക്കുന്നു, നീ ആ വാളൊന്നിട്, ആ പ്രസംഗം ഒന്നിട് കേൾക്കട്ടെ. മനസ്സിലായില്ല? ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്ന ഒരു രസമില്ല, നീ ആ പ്രസംഗം ഒന്നിട്ട് കേൾക്കട്ടെ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ബോറടി മാറ്റാൻ വാഴ് കേൾക്കുന്ന കാലം, ബോറടി മാറ്റാൻ വാഴ് പറഞ്ഞു കൊടുക്കുന്ന കാലം, എന്തു ദുരന്തമാണ് സഹോദരങ്ങളെ! എത്ര ഭവ്യതയോടാണ് അല്ലേ? CD വരുന്നതിന് മുമ്പ് കാസറ്റ് ഇട്ടിട്ട് ചെറിയ ടേപ്പ് റെക്കോർഡിൽ ഒരു വാള് കേൾക്കുമ്പോ വാളിന്റെ സദസ്സിൽ ഇരിക്കുന്ന പോലെ ചെമ്പ്രം പൂട്ടിട്ട് താഴെ ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഇരുന്ന് നമ്മളും ഇങ്ങനെ ഉണ്ടാതെ സലാത്തൊക്കെ ചെല്ലിയിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വാള് കേട്ടൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? കാസറ്റ് ഇട്ടിട്ടേ ആ കാസറ്റ് എടുക്കുന്നതന്നെ വളരെ ഭവ്യതയോടെ എടുത്തിട്ട് മെല്ലെ ഇട്ട് ഓണാക്കിയിട്ട് അത് തീരും വരെ ആരും മുണ്ടൂല, ഒക്കെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും കുട്ടികളെ ഉണ്ടാ ഉടനെ അല്ലടാ മുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അതിനൊരു മൂല്യമുണ്ടായിരുന്നു. എവിടെയാണ് മൂല്യശോഷണം സംഭവിക്കാത്തത്? ബോറടി മാറ്റാൻ വഅദ് കേൾക്കുന്ന സമയമല്ലയോ? ബോറടി മാറ്റാൻ വഅദ് കേൾക്കുന്ന കാലം. അപ്പൊ വഅദ് എന്താണ്? വഅദോ കോമഡിയോ എനിക്കറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാ അപജയങ്ങളെ തൊട്ടും കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ മൊബൈൽ ഫോണുകൾ, നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണുമായിട്ട് നീ ഇപ്പൊ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ, നീ ആ മൊബൈൽ ഫോണുമായിട്ട് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അസ്രായേൽ നിന്നെ പിടികൂടിയാൽ നിനക്ക് ഈമാൻ കിട്ടി മരിക്കുന്ന രൂപത്തിലാണോ നിന്റെ മൊബൈൽ ഫോണുള്ളത്? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയം. നിന്റെ മൊബൈൽ ഫോണിലുള്ള നഗ്ന ചിത്രങ്ങളും ലൈംഗികമായ മോശമായ ഏർപ്പാടുകളും, അതോടുകൂടി എങ്ങനെയാ റഹ്മത്തിന്റെ മലക്ക് നിന്റെ അടുത്ത് വരിക? അതുള്ള മെമ്മറി കാർഡ് ഉള്ള ആളുടെ അടുത്ത് എങ്ങനെയാ റഹ്മത്തിന്റെ മലക്ക് വരിക? ഏതൊക്കെയോ നഗ്നമായ ചിത്രങ്ങൾ. സുബ്ഹാനല്ലാഹ്, പാതിരയോളം ചാറ്റിങ്ങാണ്. ഒരു പെണ്ണിന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടാൽ പെട്ടെന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഒരു ഹായ് മെസ്സേജ് അയക്കുകയാണ്, എന്നിട്ട് അതിന്റെ റിപ്ലൈ കിട്ടാൻ ഉറക്കമുളച്ചിരിക്കുകയാണ്. ചിലപ്പോ ഏതെങ്കിലും ഫേക്ക് ഐഡിയ ആയിരിക്കും. ഒരാള് തിരിച്ചൊരു ഹായ് പറഞ്ഞാൽ പിന്നെ ഒന്നും ഉറക്കമില്ല. സുബ്ഹാനല്ലാഹ്, എന്തു ദുരന്തമാണ് മോനെ! നിന്റെ ആയുസ് നഷ്ടപ്പെട്ടു പോകുന്ന നരക കവാടങ്ങളല്ലയോ നമ്മുടെ പരിസരങ്ങളിൽ തുറന്നിട്ടിരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, പഴയ കാലഘട്ടത്തിൽ തുറക്കപ്പെട്ട ഒരുപാട്, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചവർക്കറിയാം, ഒരുപാട് സ്വർഗ കവാടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് തുറക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്.
ക്ഷമയുള്ളവർക്കേ പറ്റൂ, അധ്വാനമുള്ളവർക്കേ പറ്റൂ. ഞാൻ ബോധപൂർവ്വം നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉണർത്ത് പാട്ടുപോലെ ആത്മീയ വിധാനത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾ തയ്യാറാകണം. സിനിമാ ലോകത്തോട് വിട പറയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരൊറ്റ ദിവസം അത് പറയേണ്ടതാണ്. എന്താണ് ലോകത്തിൽ സിനിമ കൊടുത്തിട്ടുള്ളത്? സിനിമ കണ്ടിട്ട് ആരെങ്കിലും കള്ളുകൂടി നിർത്തിയ ചരിത്രമുണ്ടോ? സിനിമ കണ്ടിട്ട് വ്യഭിചാരം നിർത്തിയ ചരിത്രമുണ്ടോ? സിനിമ കണ്ട് ഇനി ഞാൻ കള്ളം പറയൂല, ഇനി ഞാൻ എന്റെ ഉമ്മയെ ആക്രമിക്കൂല, ഇനി ഞാൻ ഒരിക്കലും അബദ്ധസഞ്ചാരത്തിൽ അകപ്പെടുകയില്ല, ഇനി ഞാൻ കക്കുകയില്ല, ഇനി ഞാൻ ഒരിക്കലും അപകടങ്ങളിൽ പോവുകയില്ല, ഇനി ഞാൻ അസഭ്യം പറയുകയില്ല, ഇനി ഞാൻ 5 നേരവും നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് അതിലയിക്കുന്ന ഒരാത്മീയ പ്രഭാവമുള്ള പ്രഭാതമാണ് നാളെ മുതൽ എന്റെ പ്രഭാതമെന്ന് ഏതെങ്കിലും ഒരു സിനിമ നിന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, എത്ര കൊലപാതകങ്ങൾ സിനിമ കണ്ടുകൊണ്ട് നടത്തി. പോലീസിനെ, നമ്മുടെ ജുഡീഷ്യറിയെ, പോലീസിനെ എത്രയോ കറക്കി. ഈ അടുത്ത് ഞാൻ വായിച്ചതാണ് ഒരു സിനിമ, ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ. സുബ്ഹാനല്ലാഹ്, ഞാൻ വായിച്ചറിഞ്ഞതാണ്. എത്രയോ കൊലപാതകങ്ങൾ, 2 or 3 കൊലപാതകങ്ങൾ നിരന്തരമായി ആ സിനിമയുടെ മോഡൽ അനുകരിച്ചുകൊണ്ടാണ് ആ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പ്രയാസം. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ, ഞാൻ സ്ഥലം പറയില്ല കേട്ടോ, ഒരു വീട്ടില് പാലക്കാട് ജില്ലയാണ്, നിങ്ങൾ ഭയപ്പെടണ്ട, പാലക്കാട് ജില്ലയിൽ ഞാൻ അവിടെ ഒരു വയതിനൊപ്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിൽ ഒരു അവസരം തന്നു. ഞാനിങ്ങനെ ആ ഡോർ ഇങ്ങനെ അടച്ചിട്ട് അതിൻ്റെ വാതിലിൽ നോക്കിയപ്പോൾ എന്തോ ഒരു ഹിന്ദിയിൽ ഏതൊരു മന്ത്രം എഴുതി വെച്ചിരിക്കുക. ഞാൻ എൻ്റെ പോയിന്റ് മറന്നു. ഞാനത് വേറെ അന്വേഷിച്ചും പറഞ്ഞു അത് ഏതോ ഒരു സീരിയലിലെ എന്തൊക്കെയോ വർത്തമാനങ്ങളാണെന്ന്. ഒരു മന്ത്രമാണ്. ഏതോ ഹൈന്ദവ സഹോദരങ്ങളുടെ ഏതോ ഒരു ശക്തിയോ എന്തോ ശിവൻ എന്തോ ഒരു സാധനം ഉണ്ടായില്ല, ഞാൻ മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരാ എഴുതി വച്ചത്? അവിടുത്തെ ചെറിയ മകനാണ്. അവനാ സീരിയലിൽ കണ്ടപ്പോൾ, അവനാ പിക്ചർ കണ്ടപ്പോൾ അതിലെന്തോ ഒരു ശക്തിയുണ്ട്, അതിലെഴുതി വെച്ചാൽ എന്തോ ഒരു മഹത്വമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതറിഞ്ഞില്ല. സഹോദരങ്ങളെ, ആലോചിക്കണം. വല്ലാത്ത അപകടങ്ങളാണ്. ആ സിനിമ കണ്ട് ശക്തിമാൻ എന്ന് പറയുന്ന എന്തോ ഒരു സംഭവം കണ്ടിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ 9 കുട്ടികൾ എടുത്തു ചാടിയിട്ട് പോകയാ. സീരിയലാന്നല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാണ് ലോകത്തിന് സിനിമയും സീരിയലും കൊടുക്കുന്നത്. എത്ര കുടുംബ കലഹങ്ങൾക്ക് പിന്നിലാണ് സീരിയലുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അവര് കള്ളക്കരച്ചിൽ അറിയുമ്പോ നമ്മൾ കൂടെ കരയാം. അവരിങ്ങനെ കള്ളക്കരച്ചിൽ ഗ്ലിസറിൻ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പൊട്ടി അങ്ങോട്ട് കരയാം. ഈ കരച്ചിൽ കണ്ട് നമ്മുടെ ഉമ്മ വല്ലാത്ത കരച്ചിൽ. എന്നിട്ടോ ക്യാമറ മാറ്റുമ്പോ ഒരൊറ്റ ചിരിയാണ്. ആര്? ഈ അഭിനയിച്ച ആളുകൾ. ഒരു പരുവത്തിന് ഞാൻ ഒപ്പിച്ചെടുത്തു. ഒരു പരുവത്തിന് ഞാൻ എന്റെ കരച്ചിൽ റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് അവര് ചിരിച്ച് അവര് ജീവിതമായി. നമ്മളോ അടുത്ത ആഴ്ച വരെ ആ കരച്ചിൽ. എത്ര മണ്ടത്തരം, എത്ര ദുഷ്കരം, എത്ര വിനാശകരം. ജീവിതം ഹോമിച്ചു കളയുന്ന സീരിയലിന്റെ മുമ്പിലും ഇങ്ങനെയുള്ള ഏതൊക്കെയോ മായാലോകങ്ങളിൽ അകപ്പെട്ടുപോയ പുതിയ തലമുറ. സഹോദരങ്ങളെ, അത് ഉമ്മമാര് പറയാണ്, ഉസ്താദെ ഒരു ടോമാഞ്ചറി കാണുമ്പോഴല്ലേ അവര് ഭക്ഷണം എന്ത് പാടാണ് ഇപ്പോഴത്തെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ. അവർക്ക് ആ ചെറിയ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ആ ടോമാഞ്ചറിയോ അല്ലെങ്കിൽ എന്താ പറയുക റെസ്ലിങ്ങോ ഒക്കെ കണ്ടിട്ട് അവര് വെള്ളം കുടിക്കുകയും പാല് കുടിച്ച് അവര് ആരോഗ്യമുള്ള മക്കളായിട്ട് വരണ്ടേ ഉസ്താദെ? എന്താ ചെയ്യാ? അത് മോശമൊന്നും ഇല്ലല്ലോ, സിനിമ ഒന്നും അല്ലല്ലോ എന്നാണ്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഇതിന്റെ നിരൂപകരായ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞരായ ആളുകൾ പറയാണ്, ഒരു ടോമാഞ്ചറി പോരാ, ഇതന്നെ സിനിമയുടെ വിപത്തുകൾ. സുബ്ഹാനല്ലാഹ്, എത്ര പറയാനുണ്ട്. ഞാൻ ഈ ഒരു പോയിന്റ് മാത്രം, പുതിയ തലമുറ ഗ്രസിച്ചിരിക്കുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് ഒരല്പം ഞാൻ അടർത്തിയെടുക്കുന്നത്. ഈ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോവാണ്. ടോമാഞ്ചറി എന്ന് പറയുന്ന സംഭവം നമ്മൾ വിചാരിക്കും ഒരു പൂച്ച ഒരു എലിയെ ഓടിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറിയ കുട്ടികളോട് ചോദിക്കട്ടെ, ആ പൂച്ച ഇന്ന് വരെ ആ എലിയെ പിടിച്ചിട്ടുണ്ടോ? എത്ര കാലമായിട്ട് ആ പൂച്ച ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്?
നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ പൂച്ച ഓടടാ ഓട്ടം. പൂച്ചയെലിയല്ലേ അല്ലേ മോനെ? അതെ. ആ എലിയെ ഇന്നുവരെയും പൂച്ച പിടിച്ചിട്ടില്ല. ആ എലി ഇന്നുവരെയും പൂച്ചയ്ക്ക് പിടുത്തം കൊടുത്തിട്ടില്ല. മനഃശാസ്ത്രജ്ഞന്മാര് പറയാണ്, 2 അപകടങ്ങളാണ് ചെറിയ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് ഈ വിഷയം കൊടുക്കുന്നത്. നമ്മളായിരിക്കും മക്കള് പാല് കുടിക്കുന്നുണ്ട്, മക്കള് ചോറ് കഴിക്കുന്നുണ്ട്, നല്ല റാഹത്താണ്, സംഭവമൊക്കെയാണ്. 2 അപകടങ്ങളാണ് ഈ ചെറിയ ടോമാഞ്ചറിയിൽ. ബാക്കിയുള്ള പറയണോ, സിനിമയുടെ കാര്യം പറയണ്ട, അത് തന്നെ മണിക്കൂറുകളോളം പറയാനുണ്ട് അതിന്റെ അപകടങ്ങൾ. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ 2 അപകടങ്ങൾ? ചെറിയ ഒരു കാർട്ടൂൺ എന്ന് പറയുന്ന ടോമാഞ്ചറിയിലുള്ള 2 അപകടങ്ങൾ. ഒന്ന്, ഈ പൂച്ച ഇങ്ങനെ ഓടിക്കുകയാണ് എലിയെ. എങ്ങനെ നോക്കിയിട്ടും പൂച്ചയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല. അടുത്ത മാർഗം ഇങ്ങനെ ഓരോന്നും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ബുദ്ധിക്കനുസരിച്ച് അയാൾ കൊണ്ടുപോകാൻ. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ, മസ്തിഷ്കത്തിൽ പതിയുന്ന എന്താണ്? എങ്ങനൊക്കെ ഏതൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, ആരെയും പിടിച്ചു കെട്ടണം, ആരെയും പിടിച്ചു നിർത്തണം, ആരുടെ പിന്നിലും കടന്നു പോകണം. ആ ചെറിയ ബുദ്ധിയിലേക്ക് കടന്നു വരികയാണ്. ആരൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും വിടരുത്, എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും വിടരുത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു തലമേതാണ്, മറ്റൊരർത്ഥമേതാണ്? ആര് പിടിക്കാൻ വന്നാലും പിടികൊടുക്കരുത്. രണ്ടാമത്താണ്, ഇത് മനഃശാസ്ത്രജ്ഞന്മാര് പറയാൻ, ഉമ്മ വിളിക്കാൻ, മോനേടാ നിനക്ക് എന്തെല്ലാം തന്നു, ഇങ്ങോട്ട് വാ, നിങ്ങൾ പോയി വേറെ ജോലി നോക്കുന്നതല്ലേ, എനിക്കിപ്പോ ബ്രസീലിന്റെ കളി തുടങ്ങാൻ പോവാണ്. നമ്മൾ വിചാരിക്കും ഇവനെന്താ ഇങ്ങനെ പറയുന്നത്, എന്ത് സ്വഭാവം? നീ എന്ന് കാണിച്ച ടോമാഞ്ചറിയുടെ ഗുണമാണെന്ന്, അതിന്റെ ദോഷവശമാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ആർക്കും പിടികൊടുക്കരുത്. ഏത്? ഈ എലിയുടെ പോക്കതല്ലേ. പൂച്ച എങ്ങനെ വന്നാലും പിടികൊടുക്കൂല. അപ്പോഴോ കല്യാണ പന്തലിൽ വിവാഹത്തിന് 15 മിനിറ്റ് മുമ്പുള്ളപ്പോൾ ഉമ്മയുടെ കണ്ണീരൊരു കണ്ണീരായി അവൾ കാണുന്നില്ല. ഉപ്പയുടെ വിലാപം ഒരു വിലാപമായി കാണുന്നില്ല. കുടുംബക്കാരുടെ കൂട്ടക്കരച്ചിൽ ഒരു കരച്ചിലായി അവളെ സ്വാധീനിക്കുന്നില്ല. അവൾ പോവാൻ ഏതോ കാഫിറായ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തകനോടൊപ്പം അവൾ പോവാണ്. എന്ത് അപകടമാണ്! ആർക്കും പിടികൊടുക്കാത്തൊരോട്ടത്തിന്റെ ഉദ്ഘാടനം നിന്റെ ടോമാഞ്ചറിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് സയന്റിസ്റ്റുമാര് പറയുമ്പോൾ ശരിക്കാലോചിക്കണ്ടയോ സഹോദരങ്ങളെ? അതുകൊണ്ട് പുതിയ തലമുറയുടെ വല്ലാത്ത അപകടങ്ങൾ സിനിമാ ലോകത്തിന് അവരുടെ യുവത്വം കൊടുത്തുപോയ ഒരു കൂട്ടം ആളുകൾ, ചില കൂട്ടക്കാരോ സുബ്ഹാനല്ലാഹ് കായിക താരങ്ങൾക്ക് വേണ്ടി അടിയറ വെച്ചുപോയി. ഈ അടുത്ത സമയത്ത് ഒരു ലോകകപ്പ് നടന്നിരുന്നു, കുറച്ചു നാൾ മുമ്പ്. ലോകകപ്പില് ഇന്ത്യ സെമി ഫൈനൽ വരെ വന്നു അല്ലേ? ഇന്ത്യ സെമി ഫൈനൽ വരെ ഞാൻ കണ്ടില്ല, ഞാൻ വായിച്ചറിഞ്ഞാണ്. നിങ്ങളെന്താണ്, ഞാനിത് ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്നുള്ള മട്ടത്തെ ആ ഇരുത്തം കണ്ട എനിക്ക് അറിഞ്ഞൂടെ ഏതാ മുതല്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കും. എന്താ പറഞ്ഞത്? ഇന്ത്യ കളിച്ച് സെമി ഫൈനൽ വന്നു. സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ അല്ലേ? സെമി ഫൈനൽ കളിച്ചത് ഇന്ത്യയും ഓസ്ട്രേലിയയുമായിരുന്നു. എത്രത്തോളം നമ്മുടെ ഈ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷന്റെ മസ്തിഷ്കം കളിയുടെ ലോകത്ത് പണയപ്പെടുത്തി ഭ്രാന്തന്മാരായി പോയി എന്നതിന്റെ നഗ്നമായ ഒരു ചിത്രമാണ് ചെറുപ്പക്കാരാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു കാട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് ഓസ്ട്രേലിയ നല്ലൊരു സ്കോർ അടിച്ചു. സെക്കൻഡ് ബാറ്റിംഗ് പിച്ചിൽ ഇറങ്ങാനുള്ള ഇന്ത്യയാണ്. അങ്ങനെ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, ചെറിയ സമയത്തിനു മുമ്പ്, നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട് സ്വദേശിയായ വെല്ലൂരുകാരനായ 27 വയസ്സുള്ള സുധാകരൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ വീട് വിട്ടിറങ്ങാണ്. കയ്യിൽ നല്ല തിളങ്ങുന്നൊരു കടാരയുണ്ട്, ഒരു കത്തിയുണ്ട്. ആ കത്തിയുമായിട്ട് തന്റെ പരിസരത്ത് താൻ ആരാധിക്കുന്ന ദേവതയുടെ ബിംബത്തിന്റെ മുമ്പിൽ പോവുകയാണ്. എന്നിട്ട് ആ ബിംബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ്, എന്റെ രാജ്യം ജയിക്കണം. എതിരെയുള്ളത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ വലിയ സ്കോർ അടിച്ചിട്ടുണ്ട്. എന്റെ രാജ്യം എങ്ങനെയെങ്കിലും ജയിക്കണം. അതിന് പ്രസാദമായി ഞാൻ തരുന്നത് എന്തെന്നറിയുമോ? എന്റെ പച്ചയായ നാവാണ്. ഇത് പറഞ്ഞിട്ട് അയാളുടെ നാവ് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് കണ്ടിക്കുകയാണ്. സ്വന്തം നാക്ക്, എന്നിട്ട് പിടയ്ക്കുന്ന നാക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്ത് ഭ്രാന്താണ്! എന്ത് പറ്റിപ്പോയി പുതിയ തലമുറയ്ക്ക്! എവിടെയെല്ലാം അപകടങ്ങൾ ഗ്രസിച്ചുപോയി!
നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു ഭ്രാന്തമായ ലോകത്ത് ജീവിതത്തിനൊരു എയിമില്ല, ഒരു ലക്ഷ്യമില്ല. എവിടെ നിന്ന് വന്നു നീ? എന്തിനു വന്നു നീ? എങ്ങോട്ട് പോകുന്നു നീ? ചെറിയ ഒരു യാത്രയല്ലയോ? ചെറിയ ഒരു യാത്രയല്ലയോ? ജീവിതം മരണം കൊണ്ട് തുടങ്ങുകയല്ലയോ സഹോദരങ്ങളെ? അതുകൊണ്ട് അങ്ങനെയുള്ള കായിക ലോകത്തിന്റെ കാര്യം പറഞ്ഞാൽ മമ്പുറം തങ്ങളുടെയും ഉമർ ഖാദി തങ്ങളുടെയും അതുപോലെ മലപ്പുറം ശുഹദാക്കളുടെയും ചരിത്രമുറങ്ങുന്ന ഈ മണ്ണ്, ഈ മണ്ണിലുള്ള കളിഭ്രാന്തിനെ കുറിച്ച് ഒരു ദിവസം പറയണ്ടയോ? സുബ്ഹാനല്ലാഹ്, ഒരു ലോകകപ്പ് വന്നാൽ അവന്റെ അണ്ടർവെയറിന്റെ കളർ പോലും മാറിപ്പോവാണ്. ഞാൻ കുറച്ച് ഏറി പറഞ്ഞാണ്, ചെറുപ്പക്കാർ ക്ഷമിക്കണം, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഒരു മെസ്സിയുടെ 10ാം നമ്പർ അടിച്ച ജേഴ്സി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ലോകത്തൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, പാതിരാ സമയത്ത് വലിയ ഫ്ലക്സുകൾ വെക്കുകയാണ്. അല്ല ചോദിക്കൂലേ മോനെ ഈ പൈസയെ കുറിച്ച്? എന്നിട്ട് തമ്മിത്തല്ലാണ്. അപ്പുറത്തൊരു കമന്റ്, ഇപ്പുറത്തൊരു കമന്റ്, എന്നിട്ട് അപ്പുറത്തെ ടീം അപ്പുറത്ത്, ഇപ്പുറത്ത് നമ്മുടെ നെയ്ബർ, നമ്മുടെ മറ്റോൻ, നമ്മുടെ അർജന്റീന, നമ്മുടെ ബ്രസീൽ, തമ്മിത്തല്ലാണ് സമുദായത്തിന്റെ മക്കൾ. സുബ്ഹാനല്ലാഹ്, എന്ത് അപകടമാണ്. ഞാൻ വൈലത്തൂര് മഹാനായ KK ഉസ്താദിന്റെ അടുക്കൽ 3 വർഷം പഠിച്ചു. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്ന സമയം പുറത്തേക്ക് റോഡിലൂടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ, ചില വീട്ടിലേക്ക്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രാത്രി ഇശാഇ നിസ്കാരം ഹദ്ദാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ബഹളം കേൾക്കുന്ന ചെറുപ്പക്കാർ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയൊരു ചെമ്പിനകത്ത് എന്തോ കാര്യമായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പരിസരത്ത് ഈ ചെമ്പ് ഇങ്ങനെ വെച്ച് ചൂടാക്കുന്ന സമയത്ത് നമ്മളൊന്നും എന്താ പരിപാടി? സാധാരണ അങ്ങനെ മുത്തലിങ്ങളെ നമ്മളറിയാതെ പരിസരത്തൊന്നും പരിപാടി നടക്കൂലല്ലോ. ഏതെങ്കിലും വീടിന്റെ ഗൃഹപ്രവേശനോ ഹൗസ് വാമിങ്ങോ അതാ കല്യാണോ എന്താ പരിപാടി ഒന്നും കൊടുത്തില്ല. ഞാനൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ പരിപാടി ഇത്? ചെമ്പൊക്കെ വെച്ചിട്ട് വലിയ ബഹളം ബിരിയാണി. അതെ, ഇന്ന് ലോകകപ്പ് തുടങ്ങാണ്, ഇന്ന് ലോകകപ്പ് തുടങ്ങാണ്, ഞങ്ങൾക്ക് ഉറക്കമില്ല. അതിനുള്ള ബിരിയാണിയാണ് വേവുന്നത്. എത്രയോ പാവപ്പെട്ട ആളുകൾ, നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ, ഒരു പിടി ഭക്ഷണമില്ലാതെ റെയിൽവേയുടെ പുറംപോക്കുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ വിശക്കുന്നു. നാവ് പൊങ്ങുന്നില്ല, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നാവ് പൊന്തുന്നില്ല. തളർന്നു പോയ എത്രയോ ആളുകൾ, എത്രയോ പിഞ്ചുമക്കൾ. ഇത് പറയുമ്പോ ഞാനൊരു കാര്യം ഓർക്കാൻ, ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ചെറിയ ഒരു പെൺകുട്ടി, ശ്രുതിയോ അല്ലെ, ശ്രുതി എന്നല്ലോടെ പേര്, പട്ടിണി കാരണം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് അതങ്ങനെ വൈറലായി പോയി. കണ്ണൂര് ജില്ലയിൽപ്പെട്ട ഒരു പെൺകുട്ടി പട്ടിണി കാരണം മരണപ്പെട്ടു എന്ന്. സുബ്ഹാനല്ലാഹ്, അതിന്റെ നിജസ്ഥിതിയിലേക്ക് അന്വേഷകർ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഒരിക്കലും അതായിരുന്നില്ല കാരണം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, എന്തെല്ലാം അപകടങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നത്, എന്തെല്ലാം അപകടങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ മക്കളെയൊക്കെ നമ്മുടെ കയ്യിൽ വർക്കത്തിന് വേണ്ടി നമ്മളെ കയ്യിൽ, അവരുടെ വർക്കത്തിനാണ് കേട്ടോ, കുഞ്ഞുങ്ങളാകുമ്പോൾ നിഷ്കളങ്കരാണല്ലോ, നമ്മളെ കയ്യിൽ തരും. എന്നിട്ട് ഈ കുട്ടിയുടെ ഉപ്പ ചിലപ്പോൾ ഫോട്ടോ എടുക്കും, നമ്മളറിയില്ല. ഇതിങ്ങനെ ഒരു വാട്സാപ്പിലൂടെ പോകും. ഒരു ദിവസം കറങ്ങി തിരിഞ്ഞ് ഏതോ ഒരു ഫോട്ടോ എന്റെ മൊബൈലിൽ ആരോ സെൻഡ് ചെയ്തിട്ട് പറയുന്നു, നിങ്ങളെ മൂത്ത കുട്ടിയാണോ ഇളയ കുട്ടിയാണോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കുട്ടിയില്ല, ഇതേതോ ഒരു വീട്ടിലെ കുട്ടിയാണ്. ഞാൻ പറയുന്നത് എന്തെല്ലാം അപകടങ്ങളാണ് അതാ നമ്മുടെ മൊബൈലിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മരിച്ച് 3 വർഷം കഴിഞ്ഞാലും പിന്നെയും വരിക, ഇന്ന് മരിച്ചു എന്നാള്. അത് 3 വർഷത്തിന് ശേഷം പോസ്റ്റ് ചെയ്താലും കാണുന്ന എന്താ, ഇന്ന് മരിച്ചു എന്നാ. ആളുകൾ അങ്ങ് ഷെയർ ചെയ്യുന്നേ, കിട്ടുന്നതൊക്കെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ തീരൂല അപകടങ്ങൾ, മൊബൈലിന്റെ അപകടങ്ങൾ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നോട് ഞാൻ പറയുകയാണ്, പഴയ കാലമല്ല, നിന്റെ അരമനയുടെ അകത്തളങ്ങളിൽ പോലും നീ സുരക്ഷിതമായ ഒരവസ്ഥയിലല്ല. കാരണം മിസ് കോള് വരാത്തൊരു ഒരു എന്താ പറയാ, റോങ് നമ്പർ വരാത്തൊരു മൊബൈൽ അള്ളാന്റെ ദുനിയാവിലുണ്ടാവും. ശ്രദ്ധിക്കണേ, ഞാൻ നിർത്തുക. എന്താ പറഞ്ഞേ? റോങ് നമ്പർ വരാത്ത ഒരു നെറ്റ്വർക്ക് ഉണ്ടോ? റോങ് നമ്പർ വരാത്ത നെറ്റ്വർക്ക് ഉണ്ടോ? ഏത് ഉസ്താദിന്റെ വീട്ടിലുള്ള സ്ത്രീകളുടെ അടുക്കലേക്കും റോങ് നമ്പർ വരും. ഏത് നിസ്കാര കുപ്പായിട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ അടുക്കലും വരും ആ റോങ് നമ്പർ. ഈമാനുള്ള കൽബിന് മാത്രമേ റോങ് നമ്പറുകളെ അതിജീവിക്കാൻ സാധ്യമാകൂ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കണം. ചിലപ്പോ ഒരു നരമ്പ് രോഗി ഒരു ഫോൺ വിളിച്ചതാവും, ഒരു നമ്പർ വിളിച്ചതാണ്, ഒരു നമ്പർ മാറി വേറെ അത് ചെന്ന് എടുത്ത വേറെ പെൺകുട്ടിയാണ്. അവൻ രോഗം മറ്റേതുള്ള ആളാണെങ്കിലോ
പിന്നെയും വിളിക്കുകയാണ്, സോറി പറയാൻ വിളിക്കുകയാണ്. അങ്ങനെ സോറി പറഞ്ഞ് അവൻ അവളെ പരുവപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, 100 കണക്കിന് കേസുകൾ കേരളത്തിൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്താണ്. ഇങ്ങനെ റോങ് നമ്പറുകളിൽ പെട്ട് പരിചയപ്പെട്ട് പരിചയം പുതുക്കി പ്രണയമായി ദുരന്തമായി മക്കളെപ്പോലും വിട്ട് പ്രിയപ്പെട്ട പ്രവാസികളായ ഭർത്താക്കന്മാരെ പോലും മറന്ന് അപകടങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങളുടെ ഹൃദയം വേദനിക്കുകയാണ്, അവരുടെ ഹൃദയം പിടക്കുകയാണ്. പെങ്ങളെ, എന്റെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളോടൊരു വാക്ക്. എന്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ പോസ്റ്റ് ഈ വിനീതന്റെ ഒഫീഷ്യൽ പേജിലിടുമ്പോ ഉടൻ തന്നെ കമന്റ് ചെയ്യാണ്, ഉസ്താദേ ലൈവ് ഉണ്ടോ? ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, ലൈവ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ KMIC അതുപോലെ മീഡിയ മിഷനുമൊക്കെ പല പ്രഭാഷണങ്ങളും പലപ്പോഴും ലൈവ് കൊടുക്കാറുണ്ട്. പടച്ചവനെ, അതിന്റെ പ്രവർത്തകർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറു നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദങ്ങൾ ആഗോളതലത്തിലെത്തിക്കുന്ന ഈ പ്രവർത്തകർക്ക് നീ കാര്യമായ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദുനിയാവിൽ നിനക്ക് ഏറ്റവും വലിയ കടമയുള്ളവരാണ് ഭർത്താക്കന്മാർ. പക്ഷേ ആ ഭർത്താക്കന്മാരിൽ ഞാൻ പെങ്ങളെ നിന്നോട് പറയുന്നു, ഏറ്റവും കടമയുള്ളവരാണ് പ്രവാസികളായ ഭർത്താക്കന്മാർ. നാട്ടിലുള്ള ഭർത്താക്കന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കടമയുള്ളവരാണ് പ്രവാസികളായ ഭർത്താക്കന്മാർ. കാരണം നിനക്ക് വേണ്ടിയല്ലയോ അവർ കടം വാങ്ങി കടല് കടന്ന് കരന്നുകൊണ്ട് കടന്നു പോയ ആളുകൾ. സുബ്ഹാനല്ലാഹ്, അടുത്തൊരു പ്രവാസിയായ സഹോദരൻ, എന്റെ ഒരു ചെറിയ അകന്ന ബന്ധുവാണ്. അദ്ദേഹം ജോലി ദുബായിലാണ്, ദുബായിലൊരു എണ്ണ കമ്പനിയിലാണ്. എണ്ണ കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനി ഉള്ളത് എത്രയോ മനുഷ്യർ വസിക്കുന്നതിന്റെ ഒരുപാട് അകലാണ്. കാരണം വളരെ ഡേഞ്ചറാണ്, എപ്പോഴും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മരുഭൂമിയുടെ ഏതോ ഉള്ള സ്ഥലത്തിലാണ്, എത്രയോ കിലോമീറ്ററുകൾ അകലെയാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിർഭയത്വത്തോടുകൂടി ജോലി ചെയ്യുന്നത്? ഓരോ പ്രവാസികളുടെയും മനസ്സുകൾ ഒന്ന് ചിന്തിക്കാനാണ് പെങ്ങളെ പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ? അയാൾ പറയുന്നു, 6 മാസം പുറത്ത് പണിയെടുത്തിട്ടാണ് അകത്തേക്ക് തന്നെ പ്രവേശനം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം പുറത്ത് നിന്ന്, എന്നിട്ടേ അകത്ത് കിടക്കാൻ പറ്റൂ. കാരണം ഒരു അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നത് ഒരു ഉഗ്രസ്ഫോടനമായിരിക്കും. അതുകൊണ്ട് 6 മാസത്തെ പഠനം പുറത്താണ്. പിന്നെയാണ് അതിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള പെർമിഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെട്ടുപോയി. നിങ്ങൾക്ക് കടല വിറ്റിട്ടാണെങ്കിലും ജീവിക്കാമല്ലോ, എന്തിനീ ത്യാഗം, എന്തിനീ മരണത്തിന്റെ മുൾമുനയിലുള്ള ജീവിതം? ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറയുകയാ, ഞാൻ മരിച്ചാൽ ഞാൻ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു പോയാൽ എന്റെ കുടുംബത്തിന് ഇത്ര ലക്ഷം റിയാൽസ്, ഇത്ര ലക്ഷം ദിർഹംസ്, വലിയ ഒരു സംഖ്യ എന്റെ കുടുംബത്തിന് കിട്ടുമല്ലോ. എനിക്ക് പേടിയില്ല, സ്വന്തം ജീവൻ അത് പൊട്ടിത്തെറിച്ചു പോയാലും എന്റെ കുടുംബം സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്ന അള്ളാഹുവിന്റെ ദുനിയാവിലുള്ള പ്രവാസികളെന്ന ഒരു കൂട്ടം ആളുകൾ. പെങ്ങളെ, അവരെ ഒരു മിസ് കോൾ കൊണ്ട് നീ വഞ്ചിച്ചാൽ, ഒരു ഇൻകമിംഗ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ഔട്ട് ഗോയിങ് കോൾ കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു ഫേസ്ബുക്ക് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു വാട്സാപ്പ് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു വീചാറ്റ് കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു വൈബർ കൊണ്ട് വഞ്ചിച്ചാൽ, ഒരു കമന്റ് കൊണ്ട്, ഒരു ലൈക്ക് കൊണ്ട്, ഒരു ഷെയർ കൊണ്ട് വഞ്ചിച്ചാൽ, പൊന്നുമോളെ, ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ കടക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട പൊന്നുമോളെ. ശരിക്കാലോചിക്കണം. ആ മഗ്‌രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സമയം പെങ്ങളെ, അവർക്ക് വേണ്ടി ഒന്ന് പൊട്ടിക്കരന്ന് ദ്വാരക്കാൻ. അവർക്ക് നിന്റെ പുഞ്ചിരിയാണ് അവർക്ക് മരം കോച്ചുന്ന തണുപ്പത്ത് പണിയെടുക്കാനുള്ള ഊർജം കൊടുക്കുന്നത്. തളർന്നു പോകുമ്പോൾ, ചൂട് കൊണ്ട് നട്ടം തിരിയുമ്പോൾ അവര് നിന്റെ ചിരിക്കുന്ന മുഖം ഓർക്കുകയാണ്. അവര് ചൂട് മറന്നു പോവാൻ, അവര് തണുപ്പ് മറക്കാണ്. നമ്മുടെ മക്കളുടെ ചിരി, ആ കലബലാ ശബ്ദങ്ങൾ, ഉപ്പാന്നുള്ള വിളി, അതാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സിദ്ധൌഷധം. അല്ലാഹുവേ, പാവപ്പെട്ട പ്രവാസികൾ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറു നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ.
പടച്ചവനെ ധാരാളം പ്രയാസമുള്ളവർ, രോഗമുള്ളവർ, പ്രതിസന്ധിയുള്ളവർ, പടച്ചവനെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കുരുക്കിൽപ്പെട്ട് പടച്ചവനെ അലയുന്നവർ ഇനി എന്തു ചെയ്യും? എന്റെ കടം വീടാൻ എങ്ങനെ നാട്ടിലേക്ക് പോകും? മുന്നിലുള്ള വലിയ ഭീമമായ തുകയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് നീ ഒരു രക്ഷയുടെ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു തലങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് പുതിയ തലമുറ ഒന്ന് ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കടന്നു പോകാനുള്ളൊരു ലോകം, അത് ഏത് മണ്ണാണ്? ഏത് അനുഗ്രഹീതമായ മണ്ണാണ്? ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയ തീരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഒരൊറ്റ വിഷയം ഞാൻ തൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കാനാണ്. ഹബീബിനോടുള്ള ഇഷ്ടവും ഹബീബിനോടുള്ള മഹബത്തും അവിടുത്തോടുള്ള പവറും കൽബിലും സൂക്ഷിക്കാനാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ചുണ്ടുകൾ അനങ്ങാത്തവരുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യപ്രവാചകന്റെ പരിശുദ്ധമായ മദീന, ആ മദീനയുടെ പരപ്പിലേക്കൊരു ജൂതൻ കടന്നു വരികയാണ്. ബക്കറ്റുണ്ട്. ബക്കറ്റിന്റെ കാര്യം മറന്നുപോയി. നിങ്ങൾ നല്ലൊരു സംഭാവന ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. കയ്യിലുള്ളതിൽ നല്ല കൊടുക്കണം. കൊമ്പൻ സ്രാവൊക്കെ ഉണ്ടാവും, അതൊക്കെ പിടിച്ചിട്ട് കൊടുക്കണം. മറ്റേ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, എടുക്കാത്ത നോട്ടൊക്കെ ഉണ്ട്. ബസ്സിൽ കൊടുത്തിട്ട് അവര് തെറി വിളിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോൾ അവരും ചൂടായി. ആ സാധനങ്ങളൊക്കെ ഉണ്ട്, അതവിടെ വെച്ചിരുന്നാൽ മതി. അത് നമുക്ക് പിന്നെ ബാങ്കിൽ കൊടുത്ത് മാറി വേറെന്തെങ്കിലും ഉപയോഗിക്കാം. നല്ല നോട്ടുകൾ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന നല്ല കൊമ്പൻ സ്രാവുകൾ നിങ്ങൾ ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ, റാഹത്ത് നൽകണം തമ്പുരാനെ. പടച്ചവനെ, അല്ലാഹുവെ, സഹായിക്കുന്നവരെ നീ പ്രത്യേകം സഹായിക്കണം അല്ലാ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാ. ഹബീബായ പ്രവാചകരുടെ മണ്ണിലേക്ക് കടന്നു വരുന്നത് ഒരു ജൂതനാണ്. അയാളുടെ വേദത്തിൽ പാണ്ഡിത്യമുള്ള ആളാണ്. ആ വേദത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രോജ്വല വ്യക്തിപ്രഭാവത്തിന്റെ സുന്ദരമായ തീരങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ വരുന്നതിന്റെ ലക്ഷ്യം അള്ളാന്റെ റസൂലിന്റെ കൈപിടിച്ച് ഷഹാദത്ത് ചെല്ലാനാണ്. മദീനയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. റസൂലുള്ളാഹിനെ കുറിച്ച് അയാളുടെ വേദത്തിൽ പഠിച്ചു. അള്ളാന്റെ റസൂലിന്റെ പ്രണയ തീരത്തുകൂടി നിഴല് പോലെ സഞ്ചരിച്ച പരിമളമൂറുന്ന പ്രണയ പരിസരത്തുള്ള ലോകത്തിന്റെ പ്രണയ പ്രതീകങ്ങളാകുന്ന സ്വഹാബികൾ അവരുടെ ചരിത്രങ്ങൾ പഠിച്ചു. ആ മനുഷ്യൻ ഘാതങ്ങൾ താണ്ടി വരികയാണ്. മദീനയുടെ മന്ദമാരുതനേറ്റപ്പോൾ സന്തോഷമാണ് ആ മനുഷ്യന്. സഹോദരങ്ങളെ, ഇന്ന് വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയാൾ കണ്ടിട്ടില്ല. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ഒന്നാലോചിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. മുസ്തഫായ നബി തങ്ങളെ ഇന്ന് വരെയും കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളാണ് പഠിച്ചു വച്ചിട്ടുള്ളത്. മദീനയുടെ മണൽപ്പരപ്പിൽ വരുമ്പോൾ ആദ്യമായി ആ ജൂതനായ പണ്ഡിതൻ കണ്ടുമുട്ടുന്നത് ആരെയെന്നറിയുമോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. ചുവന്ന മഹാന, നല്ല ഗ്ലാമറാണ്, നല്ല ഗ്ലാമറുള്ള ആളാ, നല്ല പ്രൗഢിയുള്ള മുഖമാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഈ ജൂതൻ വിചാരിച്ചു, ഇത് മുഹമ്മദ് മുസ്തഫയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിയാണോ? എന്ത് നല്ല അഴകാണ്, എന്ത് നല്ല ഗ്ലാമറാണ്. ഉടൻ തന്നെ സൽമാൻ തങ്ങളോട് ഈ ജൂതനായ മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ മുഹമ്മദ് മുസ്തഫയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? സൽമാൻ തങ്ങൾ ഒറ്റക്കരച്ചിലാ, യാ റസൂലുള്ളാഹല്ല, ഞാൻ ആ റസൂലിന്റെ എളിയ ദാസനാണ്, ഞാൻ ആ പ്രവാചകന്റെ എളിയ ദാസനാണ്. നിങ്ങൾ ആലോചിക്കണം, അബ്ദുൽ മിസ്കീൻ എന്ന് പറയുമ്പോ ചില ആളുകൾക്ക് ശിർക്കെന്ന് ആരോപിക്കുകയാണ്. ചില ആളുകൾ നമ്മുടെ മദ്ഹിൽ ഓ അബ്ദുക എന്ന് പറയുമ്പോൾ വല്ലാത്ത ശിർക്ക് ആരോപണം വരികയാണ്. മഹാനവറുകൾ പറയാണ്,
അന അബ്ദുഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അബ്ദാണ്, റസൂലുള്ളാഹിന്റെ ദാസനാണ് ഞാൻ മുഹമ്മദ് മുസ്തഫയല്ല. ആ ജൂതൻ പറയുകയാണ്, ഞാനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ആളാണ്. അള്ളാന്റെ റസൂല് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സൽമാൻ തങ്ങൾ ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് ഈ സംഭവം പറഞ്ഞ് ചെറിയൊരു ദ്വാരക്കൾ എല്ലാ ആളുകളും പുറത്തുള്ളവരൊക്കെ നല്ല ആവേശത്തോടെ നല്ല അനുരാഗത്തോടെ മനസ്സ് മദീനക്ക് കൊടുത്ത് ഈ സംഭവം ഒന്ന് കേൾക്കണം, ചെറിയൊരു ദ്വാരക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൽമാൻ തങ്ങള് മുമ്പോട്ടൊന്ന് നിൽക്കാൻ പറ്റുന്നവർ നിന്നോളി, നിൽക്കാൻ പറ്റാത്ത ആളുണ്ടാവില്ല, ഊരവേദനയും മുട്ടുവേദനയും പ്രായം കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരിരുന്നോട്ടെ, അല്ലാത്ത ആരോഗ്യമുള്ള ആളുകളൊക്കെ ഒന്ന് മുമ്പോട്ട് നീക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അടുത്തേക്ക് ഇങ്ങനെ ചെതറി നിൽക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് നൃത്തത്തിലും ഭംഗം വരരുത്. അടുത്തേക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരിസരത്ത് ആരെങ്കിലും ശബ്ദം ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ എല്ലാവരും വരെയും, സ്ത്രീകൾ ആരും എഴുന്നേക്കേണ്ട, നിങ്ങൾ അവരുടെ സ്ഥലത്ത് അവിടെ ഇരുന്നാൽ മതിയാകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിക്കണം. സൽമാൻ തങ്ങള് ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്, ആ ജൂതനായ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. അതാ മദീനയുടെ പള്ളിയുടെ സമീപം ഒരു കൂട്ടം സ്വഹാബികൾ ഇരിക്കുകയാണ്. അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു സൽമാൻ തങ്ങൾ. സഹോദരങ്ങളെ, അവിടെ കുറെ സ്വഹാബികൾ ഇരിക്കുന്നു. നല്ല പ്രൗഢിയുള്ള മുഖങ്ങളാണ് സ്വഹാബികളെ. വിശിഷ്യ ഈമാനിന്റെ പ്രകാശമാണല്ലോ. അലിയാര് തങ്ങളടക്കമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്. ഈ ജൂതനായ മനുഷ്യൻ വിചാരിച്ചു ആ കൂട്ടത്തിൽ ഒരാളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടാകുമോ, അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകുമോ, ഹബീബായ നബി തങ്ങൾ ഉണ്ടാകുമോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയാൽ ആ ജൂതൻ ചോദിക്കുന്നു, നിങ്ങൾ അവർ കാര്യം അവതരിപ്പിക്കട്ടെ എന്ന അദബിന്റെ പെരുമാറ്റമാണ് മഹാനായ സൽമാൻ തങ്ങൾ നടത്തിയത്. അതാ പറയുന്നു, ഞങ്ങളുടെ റസൂലുള്ള വഫാത്തായി, ഇന്ന് 3-ാമത്തെ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. ആ ജൂതനായ മനുഷ്യൻ 2 കൈയും തലയിൽ വെച്ചുകൊണ്ട്, വാഹുസിനാ, എനിക്ക് വന്ന വേദനയെ, എനിക്ക് സംഭവിച്ചു പോയ തീരാ ദുഃഖമേ, എനിക്ക് സംഭവിച്ച പ്രതികൂലതയെ, എനിക്ക് വന്ന വേദനയെ, ആ മനുഷ്യൻ പൊട്ടിക്കരയാണ്. റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ഷഹാദത്ത് ചൊല്ലാൻ വന്ന ആളല്ലയോ? ഉടൻ തന്നെ അയാൾ ചോദിക്കുകയാണ്, റസൂലുള്ളാഹിന്റെ ഒരു കുപ്പായെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരൂ. റസൂലുള്ളാഹിന്റെ ഒരു കുപ്പായം എനിക്കൊന്ന് കാണിച്ചു തരൂ. സഹോദരങ്ങളെ, മഹാനായ അലിയാർ തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് ആ കുപ്പായം? മഹാനായ അലിയാർ തങ്ങളോട് ആ ജൂതൻ പറയാൻ, എനിക്കൊന്ന് മുത്തിമണക്കാനാണ്. റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയില്ല, അവിടുത്തെ കുപ്പായം ഒന്ന് എന്റെ മുഖത്തോട് ചേർത്ത് വെച്ചൊന്ന് മുത്തിമണക്കാനാണ്. അതാ സൽമാൻ തങ്ങളോട് അലിയാർ തങ്ങൾ പറയാണ്, സൽമാനേ, ഫാത്തിമാനോട് പറ റസൂലുള്ളാഹിന്റെ ഒരു കുപ്പായം തന്നയിക്കാൻ. സൽമാൻ തങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കൽ പോവുകയാണ്. മഹദി അവറുകളെ, അതാ നിങ്ങളുടെ ഉപ്പാപ്പാന്റെ ഒരു കുപ്പായം, നിങ്ങളെ ഉപ്പാന്റെ ഒരു കുപ്പായം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കുപ്പായം ഒന്ന് തരൂ. നിങ്ങളെ പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു കുപ്പായം തരൂ. ഉടൻ തന്നെ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കാട്, റസൂലുള്ളാഹിന്റെ കുപ്പായം ധരിക്കാൻ യോഗ്യനായ ആളാരാണ്? ഒന്ന് പറ സൽമാനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായം ധരിക്കാൻ യോഗ്യനായ ആളിപ്പുണ്ടോ? ഉടൻ തന്നെ സൽമാൻ തങ്ങൾ പറയാ, റസൂലുള്ളാഹിന്റെ കുപ്പായം. ഒരു ജൂതൻ വന്നു, കാര്യം പറയാണ്, ഒന്ന് മുത്തിമണക്കാനാണ്. അതാ കുപ്പായം കൈമാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ കുപ്പായം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. 6 തുന്നലുകളാണ് ആ കുപ്പായത്തിലുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഒരു കീറൽ വന്നാൽ അത് നമ്മൾ തുന്നിയിടുമോ?
തുന്നലുള്ള കുപ്പായം കീറി രണ്ടാമത് തുന്നിയത് നമ്മുടെ ശരീരത്തിലുണ്ടോ? നമ്മുടെ അലമാരകളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കുപ്പായത്തിൽ 6 തുന്നലുകളാണ് ചരിത്ര പണ്ഡിതന്മാര് പറയാണ്. അതിൽ മേലെയുണ്ട് എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. സഹോദരങ്ങളെ, ആ കുപ്പായം അതാ ജൂതന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ മനുഷ്യനത് മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹലഹുറയിട്ട് കരയാണ്, അതിനെ ചുംബിക്കുകയാണ്. എന്നിട്ട് ആ ജൂതനായ മനുഷ്യൻ ചോദിക്കുന്നു, എന്റെ റസൂലുള്ള ഉറങ്ങുന്ന സ്ഥലം എവിടെയാണ്? എവിടെയാണ് റസൂലുള്ള മറമാടപ്പെട്ടിട്ടുള്ളത്? അവിടുത്തെ ഖബർ ശരീഫ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ലിയാരങ്ങൾ അതാ കൂട്ടിക്കൊണ്ടുപോവാണ്. ഹദിയായ ആയിഷാ ബീവിയുടെ ചാരത്തല്ലയോ, അവിടുത്തെ വീടിന്റെ ചാരത്തല്ലയോ മുസ്തഫ നബി തങ്ങൾ കിടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ജൂതരായ മനുഷ്യൻ ആ റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്ന് കരഞ്ഞിട്ടങ്ങ് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, കലിമ പറഞ്ഞ അല്ലാഹുവിന്റെ ദീനിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ആ ജൂതനായ മനുഷ്യൻ മുസ്ലിമായി അതാ നല്ല പവറുള്ള ആളായി മാറിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ റബ്ബീ, എന്റെ ഷഹാദത്ത്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നീ അങ്ങ് കബൂലാക്കിയെങ്കിൽ എനിക്ക് നീ ജീവിക്കണമെന്നില്ല. എനിക്ക് നീ മുസ്തഫ രബിതങ്ങളില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണമെന്നില്ല. എന്റെ റൂഹിനെ ഒന്ന് പിടിക്കൂ അല്ലാഹ്. എന്റെ ഷഹാദത്ത് നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് പടച്ചവനെ എന്റെ റൂഹിനെ പിടിക്കണമെന്നങ്ങ് ദ്വാരക്കുമ്പോ ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ചാരത്ത് തന്നെ അവിടുന്ന് വഫാത്താവുകയാണ്. സഹോദരങ്ങളെ, അതാ ജന്നത്തുൽ മുഅല്ലയിൽ അവിടുന്ന് ഇപ്പോഴും കിടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹിന്റെ മഹബ്ബത്തുള്ള കൽബുകൾ ലോകത്ത് അത്ഭുതങ്ങളാണ് വിരിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ ശാന്തി തീരത്തണയലല്ലാതെ പുതിയ തലമുറയ്ക്കൊരു മാറ്റം വരുത്താനൊരിടമില്ല. അവിടെ ഒലിപ്പിക്കാത്ത കണ്ണുകളുണ്ടോ? കഅബാലയം കണ്ടിട്ട് പൊട്ടിത്തെറിക്കാത്ത ആളുകൾ റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെല്ലുമ്പോ ചെറിയ മക്കളെ പോലെ കരയുകയാണ്. അവിടെ വീണ കണ്ണുനീർ തുള്ളികൾക്ക് കണക്കുകളുണ്ടോ? അവിടെ സജലങ്ങളാകാത്ത കണ്ണുകളുണ്ടോ? അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു സ്വലാത്ത് ഉറച്ചു ചൊല്ലണം. യാ നബി സലാമു അലൈക്കും. സ്വലവാതുല്ലാഹി അലൈക്കും മർഹബാ യാ നൂറ ഐനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഹ്ലൻ വസഹ്ല മർഹബാ യാ ഖൈറ ദാഇ യാ നബി. يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إسير وغالي أنت مصباح صدوري يا نبي. صلوات الله عليكم.
ഒരു ചെറിയ മദ്ഹ് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അർപ്പിച്ചുകൊണ്ട് ചെറിയൊരു ദുആ ഇറക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ, മരണപ്പെടുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഹബീബായ നബി തങ്ങളുടെ സുന്ദരമായ വദനം പടച്ചവനെ കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. എല്ലാ ആളുകളും നല്ല ഇഖ്ലാസോടെ, ഒരൊറ്റ മനുഷ്യരും ആരും പോലെന്നറിയുന്ന എല്ലാവരും നല്ല ഉഷാറായിട്ട് എൻ്റെ ജവാബ് ചൊല്ലണം. ഈ അടുത്ത സമയത്ത് ചൊക്ലി നമ്മുടെ ഓഹാലി സാഹിബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിസരം അള്ളാഹു കൊടുത്ത് ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടെ ഒരു മുബാറക്ക് മസ്ജിദ്, കണ്ണൂർ ജില്ലയിൽ മുബാറക്ക് മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. അവിടെ വലിയൊരു പരിപാടി ഈ വിനീതൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രഭാഷണത്തിന്റെ ശേഷം സാധാരണ എല്ലാ സദസ്സുകളിലും ഇങ്ങനെ ഒരല്പം സ്വലാത്ത് ചൊല്ലി മുഅ്മിനീങ്ങളായ ആളുകൾ കൂട്ടായി അതിന് ജവാബ് ചൊല്ലി എല്ലാ ആളുകളും കൂടി ചെല്ലാറും. അങ്ങനെ ആ സദസ്സ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വടകരയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇങ്ങനെ മദ്ഹൊക്കെ ചൊല്ലിയപ്പോൾ നിങ്ങളതിന്റെ ഫളായിലും ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ റാഹത്തായി അതിന്റെ ജവാബ് ചൊല്ലി, അങ്ങനെ ചൊല്ലി അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ എനിക്കെന്റെ പ്രത്യേകമായ ഒരു പരിമളം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. ജീവിതത്തിൽ ഇതുപോലെ അത്തറിന്റെ വാസന ഞാൻ മണത്തിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്തോ ഒരു പരിമളം അദ്ദേഹം എന്നോട് പറയും. അതൊക്കെ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ഖൽബിന്റെ തെളിച്ചം കൊണ്ട് കിട്ടേണ്ടതാണ്. അല്ലാഹു നമ്മളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളിൽ അനുരാഗികളിൽപ്പെടുത്തി പെരുമാറാകട്ടെ. ഈ വിഷയം കണ്ണൂർ ജില്ലയിൽ തന്നെ മുതുകുറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞതുപോലെ മദ്ഹ് ചൊല്ലിയപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് അവിടെ. ആ സുഹൃത്തിൻ്റെ ഭാര്യക്കും ഇതുപോലെ അൽഹംദുലില്ലാഹ് നല്ലൊരു പരിമളം. അദ്ദേഹം പറയുന്നത് മദീനത്ത് നിന്ന് വന്നതാകാം. അവർ ഉംറയ്ക്ക് പോകാൻ വേണ്ടി നിയത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ് പോയി തിരിച്ചു വരികയും ചെയ്തു. റസൂലുള്ളാഹിന്റെ അടുത്തൊക്കെ പോയി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇതൊന്നും പ്രഹസനത്തിനല്ല, ആസ്വദിക്കാനല്ല, അഭിപ്രായം പറയാനല്ല. ഇതൊക്കെ മഹബ്ബത്തിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളാണ്. 200 കവികൾ, 200 മാദിഹ്യങ്ങൾ ഉണ്ടായിരുന്നു പരിശുദ്ധമായ മദീനയുടെ പരിസരത്ത്. ചരിത്രത്തിൽ കാണാം. മദ്ഹ് പാടാൻ വേണ്ടിയിട്ടൊരു മെമ്പർ, ഖുത്ബോധം വേറെ, മദ്ഹ് പാടാൻ വേറെ. മദ്ഹ് പാടിയവരെ റസൂലുള്ള പ്രത്യേകം അഭിനന്ദിച്ച എത്ര സംഭവങ്ങളുണ്ട്, എത്ര പറയാനുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ടൊരു ചെറിയ സ്വലാത്ത് എല്ലാ ആളുകളും ഉറച്ചു ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആരക്കുകയാണ്. പടച്ചവനെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതിന് മുമ്പായി നമ്മുടെ ഈ സെറ്റുകാർക്ക് എന്തിനും ബർക്കത്തിന് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം. ബർക്കത്തിന് എന്തെങ്കിലും നമ്മുടെ സെറ്റുകാർക്ക് കൊടുക്കണ്ടേ? മനസ്സിലായില്ല? അവർക്ക് കൊടുക്കണം. ബർക്കത്തിന് എന്തെങ്കിലും കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അഹോ എന്തെങ്കിലും ചെറിയ ചുരുങ്ങിയ ചെലവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. നിങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സഹായിക്കണം. എല്ലാവർക്കും ഇപ്പൊ പറ്റൂല, എല്ലാവർക്കും സഹായിക്കാൻ പറ്റൂല, ഉറപ്പാണത്. എന്താ ഇല്ലാത്തോണ്ടല്ല. നിങ്ങൾ വിചാരിച്ചില്ല, അല്ലല്ല, എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്ന അടുപ്പ് പോയാത്ത, പുകയില്ലാത്ത അടുപ്പല്ല, അത് പറയും. അടുപ്പ് പോയാത്ത ഏതെങ്കിലും വീട് ഇന്നുണ്ടോ? അത്യാവശ്യം എല്ലാവർക്കും ചെറിയ നിയമത്തൊക്കെ ഉള്ള കാലമാണ്. അള്ളാഹ് ഉള്ളതിൽ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഉറച്ചാമ്യം പറയും, ഉള്ളതിലുള്ള ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹിനെ മറക്കുന്ന സമ്പത്തിനെ തൊട്ട് അള്ളാഹ് നമ്മളെ കാക്കട്ടെ. നാളെ കാര്യപ്പെട്ടൊരു പിരിവെടുക്കുന്ന ഒരു ഉസ്താദ് വരുന്ന ഒരു സുഹൃത്താണ് ഷാക്കിർ വാക്കവി. അള്ളാഹു ആഫിയത്തുള്ളത് ഒരു കാഴ്ച കൊടുക്കട്ടെ. നാളെ മുപ്പരല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ കാര്യമായ സംഭാവനകളൊക്കെ നാളെ കൊടുക്കണം. ഇന്ന് ഞാൻ ചെറിയൊരു ചില്ലർ പൈസ ഈ ഹബീബായ നബി തങ്ങളുടെ മദ്ഹിന് മുമ്പ് അള്ളാഹു തന്ന സമ്പത്ത്, അല്ലാത്തൊന്നും നമ്മുടെ കയ്യിലില്ല. അള്ളാഹിന്റെ ഖജനാവിൽ നിന്നല്ല ഒന്നും നമ്മുടെ കയ്യിലില്ല. തിരിച്ചെടുത്താൽ പിടിച്ചു വെക്കാനും നമ്മളെ കൊണ്ടാവൂല. ഒരു ചെറിയ രോഗത്തിന്, ഒരു തലവേദനയ്ക്ക് പോലും എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ തികയില്ല. കൊണ്ടുപോകാനുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ആഖിറത്തിൽ കൊണ്ടുപോകാനുള്ളതാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അല്ലാത്തൊന്നും നമ്മൾ കൊണ്ടുപോകത്തുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു 1000 രൂപ പറയാൻ പറ്റിയ 2-3 ആളുകൾ ഈ സാസിലുണ്ടാവും. ഉണ്ടെങ്കിൽ ഇപ്പൊ തരിക, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നിൽ എത്തിച്ചു കൊടുത്താൽ മതി. ഒരു ഭാഗ്യമുള്ള ആള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങളുടെ മുറാദ് ഹൃദയത്തിൽ വെച്ച് ഈമാനോടെ ഇഖ്ലാസോട് ഒരാളൊന്ന് പറയാൻ എത്ര ആളുകളുണ്ട്. ഉള്ളവരിൽ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു 1000 രൂപ. അല്ലാഹുവേ, തൗഫീഖ് ലഭിച്ച ആൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യമുള്ള ആളുകൾക്കേ പറയാൻ പറ്റും, തൗഫീഖ് ലഭിച്ചവർക്കേ പറയാൻ പറ്റും. അല്ലാഹുവേ, ആരായിരുന്നാലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ.
നീ സിഹത്ത് നൽകണം റഹ്മാനേ. അവരുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ. പടച്ചവനെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം അല്ലാഹ്. ലക്ഷങ്ങൾ വേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് അവരെ നീ കാക്കണേ അല്ലാഹ്. ആരാണ്? അൽഹംദുലില്ലാ. പേര് ചങ്ങായിയെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ കുത്തിക്കുറിക്ക് സമയമില്ല. അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എഴുതും. ഹംസ പുളിക്കൽ. മോന്റെ പേരെന്താ? മസൂദ്. മസൂദാണ് ആള്. അത് മനസ്സിലായി. അതിന്റെ നൃത്തം നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. സാധുവാണ്. വന്നപ്പോ തന്നെ നീ ഓടി വന്നല്ലേ? അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പാവപ്പെട്ടവനോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ നമുക്കൊരു ദേഷ്യമുണ്ടോ? ഒന്ന് ആമീൻ പറയടോ. അള്ളാഹുവിന് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഹംസ എന്ന് പറയുന്ന സഹോദരൻ അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആരാ രണ്ടാമതൊരായിരം പറയും? അള്ളാഹു സെലക്ട് ചെയ്ത രണ്ടാമതൊരാളാരാ? ആരാണ് സഹോദരങ്ങൾ? ഇത്രയാളുണ്ട്. അൽഹംദുലില്ലാ. പേരെന്താ? അബ്ബാസ്. അവര് വീട്ടിലായിരുന്നു. ഒരല്പം ഞാൻ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളവിടെ ശരി. അപ്പൊ ഭക്ഷണം അവിടെ ഉള്ളത് അൽഹംദുലില്ലാ നല്ലൊരു സഹോദരനാണ്. രണ്ടാമതൊരായിരം രൂപ അദ്ദേഹം പറഞ്ഞു. അല്ലാഹുവേ നിങ്ങളെല്ലാവരും ഉറച്ചാമീൻ പറയണം. ആമീൻ പറയുന്നതിന് റെസിപ്റ്റ് ഒന്നും തരൂല, പൈസ ചെലവൊന്നും ഇല്ല. നിങ്ങൾ ബേജാറാവണ്ട. നല്ല ഇഖ്ലാസോടെ ഉറച്ചാമീൻ പറയണം. പടച്ചവനെ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. നീ ഖൈറു നൽകണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. നല്ല റാഹത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. പടച്ചവനെ എല്ലാവിധമായ ക്യാൻസറേഴ്സും അതുപോലെയുള്ള മാരക ഭീകര ബീഭത്സ രോഗങ്ങളെ തൊട്ടവരെയും കുടുംബത്തെയും കാക്കണയല്ലോ. അവരുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ലോ. പടച്ചവനെ അവരുടെ കുടുംബത്തിൽ നല്ല റാഹത്ത് നൽകണയല്ലോ. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ. ആരാ മൂന്നാമതൊരു ചെറിയൊരു 1000 രൂപ പറയാം? ചെറിയൊരു പൈസയല്ലേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ആരാണ് മൂന്നാമത്തൊരു ഭാഗ്യവാൻ? പടച്ചവനെ ആരായിരുന്നാലും നീ പരിഗണിക്കണയല്ലോ. നീ ബറക്കത്ത് ചെയ്യണയല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതിയാവും. ആരാണ്? ഒരു മൂന്നാമതൊരാൾ പറയാം. 1000 രൂപ. അൽഹംദുലില്ലാ. എന്താ പേര്? ലുഖ്മാൻ. അൽഹംദുലില്ലാ. മസ്ഊദ് കേട്ടോ? നുഅ്മാൻ. നീ പറയാത്തെന്താ? തിരുത്തി തരാത്തെന്താ? നുഅ്മാൻ. അൽഹംദുലില്ലാ. മൂന്നാമതൊരു നുഅ്മാൻ. അല്ലാഹു നിഅമത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ധാരാളം ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യങ്ങൾ കൊടുക്കുമാറാകട്ടെ. ആരാണ് സഹോദരങ്ങളെ? രണ്ടാളും കൂടെ പറഞ്ഞാൽ 5 ആകും. 3 ആളായി. 2 ഭാഗ്യവാന്മാരോടെ പറയുന്ന അൽഹംദുലില്ലാ. പേരെന്താ? ഉമർ. നല്ല നല്ല പേരുള്ള നാടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ആരാണ് 5 തേക്കുന്ന ഭാഗ്യവാൻ? 5 തേക്കുന്ന ഭാഗ്യവാൻ ആരാ? ഈ സദസ്സിൽ അല്ലാഹുവേ പടച്ചവനെ ചെറിയ ഒരു ഹദിയ അല്ലാഹുവേ നൽകുന്ന ആളുകൾ, ഈ സംഭാവന പറഞ്ഞ ആളുകൾ, പടച്ചവനെ അവരുടെ തൊഴിലുകളിൽ നീ ഖൈറു നൽകണയല്ലോ. ആ കുടുംബങ്ങളിൽ പഠിക്കുന്നവരുണ്ടോ? അൽഹംദുലില്ലാ. പ്രവാസിയായ മറ്റൊരാള് 7ാമതായിട്ടൊരു 1000 പറഞ്ഞിട്ടുണ്ട്. 30 പേര്. അബ്ദുറഹ്മാൻ അല്ലേ? അബ്ദുറഹ്മാൻ 500 അല്ലേ പറഞ്ഞു? 500 അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ 7 ആളായി. എത്ര? 500. അൽഹംദുലില്ലാ. 8ാമതായിട്ട് മുഹീദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ 500 പറഞ്ഞു. ആരാ സഹോദരങ്ങൾ? 3 പേരും കൂടെ പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് 10 ആളാവും. ആരാണ്? അൽഹംദുലില്ലാ. പേരെന്താ? മൊയ്തൂട്ടി. അൽഹംദുലില്ലാ. 8. ഒരു 2 ആളും കൂടെ ഇൻഷാ അല്ലാഹ് 500 പറയാൽ 10. നമുക്ക് ചെറിയ ദ്വാരക്കം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാണ്? 500 പറയാം. ബിസ്മില്ലാ. പേരെന്താ? അബൂബക്കർ മുസ്ലിയാർ. അൽഹംദുലില്ലാ. വളരെ ശ്രദ്ധിച്ച് 500 ചോദിച്ചപ്പോൾ 600 ആണ് പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉള്ളത് കണ്ടോ? ഉള്ളത് ബർക്കത്തായിട്ട് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 10 തയ്ക്കുന്ന ആളാരാണ്? 10ാമത് അബൂബക്കർ എന്ന് പറയുന്ന ആള്. സഹോദരിമാരുടെ ഭാഗത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് നിങ്ങൾ പറയണം. സാധാരണ നല്ല സഹകരണവും സംഭാവന നൽകലും ഒക്കെ സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഇവിടെ എന്താ അവർ ഉറങ്ങിപ്പോയെന്നറിയില്ല. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയണം. ചെറിയ ഒരു ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നമ്മൾ ചുരുക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. ربنا يا ربنا ربنا يا ربنا ربنا يا ربنا ربنا يا ربنا ربنا يا ربنا
ربنا يا ربنا ربنا يا ربنا مولاي صل وسلم دائما أبدا على للخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذو الكرم مولاي لم دائما أبدا على للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي لم دائما أبدا على للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമ റഹീമായ അല്ലാഹ് കരുണയുള്ള റബ്ബേ നാഥനായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷമുണ്ട് എന്തെങ്കിലും അനിഷ്ടം വന്നു പോയെങ്കിൽ നീ പൊറുക്കണേ അല്ലാഹ് പടച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ അല്ലാഹ് പാപികളായി ഞങ്ങളിൽ നിന്ന് ഒരാളിൻ്റെയും റൂഹിനെ നീ കൊണ്ടുപോകല്ലേ അല്ലാഹ് അല്ലാഹുവേ ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതികൂലതകളും ഉള്ളവരാണ് പടച്ചവനെ നിന്റെ ദീനിനു വേണ്ടി സഹായിച്ചവരാണ് അല്ലാഹുവേ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവരാണ് എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഹാസിലാക്കണം അല്ലാഹ് പടച്ചവനെ ഞങ്ങളിൽ ഭൂരിഭാഗവും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളുടെ പലരും രോഗികളായി ഞങ്ങളുടെ വീടുകളിൽ വിശ്രമത്തിലാണ് പലരും പല രോഗങ്ങളിലായി ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ് അല്ലാഹുവേ പടച്ചവനെ ഒരു സഹോദരി 1000 അതുപോലെ 2 സഹോദരിമാർ 500 അവരുടെ സംഭാവനകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ അവരുടെയും രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ് പടച്ചവനെ മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ് അല്ലാഹുവേ മാരക രോഗങ്ങൾ കൊണ്ട് നാടുനീളെ വല്ലാത്ത പ്രയാസങ്ങളിലാണ്